സോറി, ഞാൻ സ്കിപ്പ് ചെയ്തൊരു ടോപ്പിക്കാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്. We can classify instruments into 5 types: active and passive instruments, null and deflective type instruments, monitoring and control instruments, analog and digital instruments, absolute and secondary instruments. സോ ഇങ്ങനെയാണ് ഇൻസ്ട്രുമെൻസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആക്റ്റീവ് ആണോ പാസീവ് ആണോ ഇൻസ്ട്രുമെൻ്റ് എന്ന് നോക്കാം. സോ ദ ഇൻസ്ട്രുമെൻറ്റ് ഇൻ വിച്ച് ദ ഔട്ട്പുട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് എൻറ്റയർലി ബൈ ദി ക്വാണ്ടിറ്റി ബീയിങ് മെഷേർഡ് ആർ കാൾഡ് പാസീവ് ഇൻസ്ട്രുമെൻറ്റ്സ്. Instrument in which the output is produced entirely by the quantity being measured. അപ്പോൾ എന്താണോ മെഷർ ചെയ്യേണ്ടത് അത് ആ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റിയെ അതേപോലെ ഔട്ട്പുട്ടിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് പാസീവ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. എന്താണോ മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റി അത് ഡയറക്റ്റായിട്ട് ഔട്ട്പുട്ടിലൂടെ മെഷർ ചെയ്യുക അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസിനെയാണ് പാസീവ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ദ ഇൻസ്ട്രുമെൻറ്റ് ഇൻ വിച്ച് ദ ഔട്ട്പുട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് എൻറ്റയർലി ബൈ ദി ക്വാണ്ടിറ്റി ബീങ് മെഷേർഡ് ആർ കാൾഡ് പാസീവ് ഇൻസ്ട്രുമെൻറ്റ്സ്. അതിനൊരു ബെറ്റർ ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്രഷർ ഗേജാണ്. പ്രഷർ ഗേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലിക്വിഡ് പ്രഷർ ഗേജാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ലിക്വിഡ് പ്രഷർ ഗേജ് എന്ന് പറയുന്നത് ഒരു പിസ്റ്റൺ അറേഞ്ച്മെൻ്റുള്ള ഒരു കേജിനകത്ത് ലിക്വിഡ് ഫില്ല് ചെയ്ത് വയ്ക്കുന്നു. നമ്മൾ പിസ്റ്റൺ ഉപയോഗിച്ച് താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ ലിക്വിഡിന് അപ്ത്രസ്റ്റിലോട്ട് മുകളിലോട്ടൊരു പ്രഷറുണ്ട്. ആ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്കെയിലും പോയിൻ്ററും അതിൻ്റെ സ്പിൻഡിലും പിവോട്ടുമെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഫിഗർ സൂചിപ്പിക്കുന്നത്. ഇതാണ് പിസ്റ്റൺ. ഈ പിസ്റ്റൺ താഴോട്ട് പ്രഷർ അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ പ്രഷർ കാരണം മുകളിലോട്ടൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുമെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ താഴോട്ടൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുമെന്ന് വയ്ക്കുക. മുകളിലോട്ടോ താഴോട്ടോ മൂവ്മെൻറ്റ് ഉണ്ടായാൽ അതനുസരിച്ചിട്ട് ഈ പോയിൻ്റർ സ്കെയിലിൽ മൂവ്മെൻറ്റ് ഉണ്ടാവും. ഈ മൂവ്മെൻറ്റ് സ്കെയിലിൽ ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യും. ബിക്കോസ് ദർ ഈസ് നോ എക്സ്റ്റേണൽ സോഴ്സസ് ഓർ എക്സ്റ്റേണൽ പാർട്ട് ഇൻ ദ ഇൻസൈഡ് ദാറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഒരു ബാഹ്യസഹജമായിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റിനകത്തുള്ള പാർട്ടും ഇതിനകത്ത് ഇൻബിൽറ്റ് ചെയ്തിട്ടില്ല. എങ്ങനെയാണോ പ്രഷർ ജനറേറ്റ് ചെയ്യുന്നത് അതിനെ തന്നെയാണ് പോയിൻ്റർ ഉപയോഗിച്ച് സ്കെയിലിലേക്ക് നമ്മൾ കാണിക്കുന്നത്. സോ ഒരു ഡയറക്റ്റ് മെഷർമെൻറ്റാണ്. ഇത് കൂടാതെ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു സ്പ്രിംഗ് ബാലൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സ്റ്റേഷനറി കടകളിലും റേഷൻ കടകളിലും വെയിറ്റ് നോക്കാൻ വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ബാലൻസ് നമ്മൾ ചാക്കിൽ തൂക്കുമ്പോൾ എന്നിട്ട് വെർട്ടിക്കലി നമ്മൾ പൊസിഷൻ ചെയ്ത് അതിന് വെയിറ്റ് നമ്മൾ നോക്കും. സോ സ്പ്രിംഗ് ബാലൻസ് നമ്മൾ വെയിറ്റ് അതിൽ തൂക്കിയിടുമ്പോൾ ആ വെയിറ്റിനനുസരിച്ച് ആ സ്പ്രിങ്ങിലുണ്ടാകുന്ന വേരിയേഷൻസ് മാത്രം നീഡിൽ നമുക്ക് മെഷർ ചെയ്യുന്നു. സോ ദർ ഈസ് നോ എക്സ്റ്റേണൽ ഇൻപുട്ട് സോഴ്സ്. ഡയറക്റ്റായിട്ട് നമ്മൾ വെയിറ്റിനനുസരിച്ച് ആ സ്പ്രിങ്ങിലുണ്ടാകുന്ന വേരിയേഷൻ അനുസരിച്ച് പോയിൻ്റർ വേരി ചെയ്യുന്നു. സ്പ്രിംഗ് ബാലൻസ് സെയിം എക്സാമ്പിൾ തന്നെയാണ് സ്ട്രെയിൻ ഗേജും അല്ലെങ്കിൽ പ്രഷർ ഗേജിൽ യൂസ് ചെയ്യുന്നത്. പ്രഷർ ഗേജിൽ ലിക്വിഡിൻ്റെ പ്രഷർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഡയറക്റ്റായിട്ട് ആ പോയിൻ്റർ കണക്ട് ചെയ്തിരിക്കുന്നു. ആ ഡയറക്റ്റ് പോയിൻ്റർ മൂവ് ചെയ്യുന്നു. സ്കെയിലിൽ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് മെഷർമെൻറ്റ് നമുക്ക് കിട്ടുന്നു. അതുകൊണ്ടാണ് പാസീവ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ക്ലാസിഫിക്കേഷനാണ് ആക്റ്റീവ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ദ ഇൻസ്ട്രുമെൻറ്റ് ഇൻ വിച്ച് quantity to be measured
just activates the magnitude of external power input source, which in turn produces measurement, are called active instruments. So passive instruments, as a liquid pressure changes, piston moves to which pointer is connected. Thus the liquid pressure due to which piston and hence pointer moves is slowly responsible for the measurement. No other input energy source other than liquid pressure is used in the instrument. അതായത് ഒരു ഇൻപുട്ട് എനർജി സോഴ്സും അതർ ദാൻ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റി അല്ലാതെ വേറൊന്നും യൂസ് ചെയ്യുന്നില്ല. അതാണ് അതിൽ പറയുന്നത്. ഇതിലെന്ന് പറയുന്നത് ആക്റ്റീവ് ഞാൻ പറഞ്ഞു തുടങ്ങിയുള്ളൂ. ആക്റ്റീവ് മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, ആക്റ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റ് ഇൻ വിച്ച് ദ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് ജസ്റ്റ് ആക്ടിവേറ്റ്സ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ some external power input source, which in turn produces measurement instrument output, are called active instruments. അതായത് ഇതിനിടയ്ക്കൊരു എക്സ്റ്റേണൽ ഇൻപുട്ട് സോഴ്സ് നമ്മൾ കണക്ട് ചെയ്യും. നമുക്ക് മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റി ഉണ്ട്, ഒരു എക്സ്റ്റേണൽ ഇൻപുട്ട് സോഴ്സ് ഉണ്ട്. ഇതിനനുസരിച്ച് എക്സ്റ്റേണൽ ഇൻപുട്ട് സോഴ്സിനനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ആ ഔട്ട്പുട്ടിനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ്. നമ്മൾ മെഷർ ചെയ്യുന്ന പാരാമീറ്റർ അവിടെ വയ്ക്കുന്നു. ആ മെഷർ ചെയ്യുന്ന പാരാമീറ്റർ ഒരു എക്സ്റ്റേണൽ ഇൻപുട്ട് സോഴ്സിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എക്സ്റ്റേണൽ ഇൻപുട്ട് സോഴ്സിൽ എന്തോ ഒരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ ആണ് നമ്മൾ ഔട്ട്പുട്ടായിട്ട് എടുത്തിട്ട് അതിനെ ഇൻസ്ട്രുമെൻറ്റിലെ മെഷർമെൻ്റായിട്ട് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു വാട്ടർ ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ടാങ്കിനകത്തുള്ള വാട്ടർ ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലോട്ട് എന്ന് പറയുന്നത് നമ്മൾ ബാളൊക്കെ യൂസ് ചെയ്യില്ലേ, ടാങ്കിൽ ആ ബാൾ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ പിവറ്റിലെ പോയിൻ്റർ മൂവ് ചെയ്യും. പോയിൻ്റർ മൂവ് ചെയ്യുന്നത് നമ്മളൊരു എക്സ്റ്റേണൽ ഇൻപുട്ട് സോഴ്സ് എന്ന് പറയുന്ന ഈ സംഭവമാണ്. ഇൻപുട്ട് സോഴ്സ് ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ പൊട്ടൻഷ്യോമീറ്ററിലെ ഈ പോയിൻ്റർ മൂവ് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യോമീറ്ററിലെ റെസിസ്റ്റൻസിന് വാല്യൂ ചേഞ്ച് ചെയ്യും. ഒരു ചെറിയ വാല്യൂവിൽ നിന്ന് ഒരു ഗ്രേറ്റർ വാല്യൂവിലേക്ക് ചേഞ്ച് ചെയ്യും. ആ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജിന് വേരിയേഷൻ ഉണ്ടാകും. ഈ വോൾട്ടേജിന് വേരിയേഷൻ ഉണ്ടാകുന്ന ഈ വോൾട്ടേജ് വേരിയേഷനാണ് നമ്മൾ ഔട്ട്പുട്ടായിട്ട് എടുക്കുന്നത്. നമ്മൾ ഒരു ഇൻപുട്ട് സൈഡിൽ നിന്നും നമ്മൾ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്ന കൊടുക്കുന്ന ഇൻപുട്ട് സൈഡും ഔട്ട്പുട്ട് സൈഡും തമ്മിൽ ഇടയ്ക്ക് ഒരു എക്സ്റ്റേണൽ ഇൻപുട്ട് സോഴ്സ് ഉണ്ടാകും. ഇതാണ് എക്സാമ്പിൾ. നിങ്ങൾ ഫിഗർ ഇതുപോലെ തന്നെ വരയ്ക്കണം. So instrument in which quantity to be measured just activates the magnitude of some external power input source, which in turn produces measurement, are called active instruments. Apart from the quantity to be measured, another external input source is present in the instruments. The example of such active instrument is liquid level indicator. അതാണ് ഞങ്ങൾ പറഞ്ഞത്. So the potentiometer, an external power input source, used to sense the position of float. നമ്മൾ ഫ്ലോട്ട് എന്ന് പറയുന്നത് നമ്മൾ വാട്ടർ ലെവൽ മാറ്റുന്നതിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ ഒരു പോയിൻ്ററിൽ അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസിൽ വേരിയേഷൻ വരും. So the level of the liquid in the tank, when the level changes, the float moves and hence slider of the potentiometer also moves. This drives വോൾട്ടേജിൽ വേരിയേഷൻ ഉണ്ടാകും. അതാണ് ഇതിൽ പറഞ്ഞത്. എങ്ങനെയാണോ പൊട്ടൻഷ്യോമീറ്ററിലെ റെസിസ്റ്റൻസിന് വാല്യൂ മാറുന്നത് അനുസരിച്ച് വോൾട്ടേജിൽ വേരിയേഷൻ ഉണ്ടാകും. എക്സ്റ്റേണൽ പവർ ഇൻപുട്ടിന് വേരിയേഷൻ ഉണ്ടാകുമ്പോൾ ഇത് ഔട്ട്പുട്ടായി എടുത്ത് നമ്മൾ അതിനെ മെഷർമെൻ്റായിട്ട് എടുക്കുന്നു. ദിസ് ഡിറൈവ്സ് ദ വോൾട്ടേജ്. ഡിറൈവ്സ് എന്ന് പറഞ്ഞാൽ ഉണ്ടായി വരിക. വിച്ച് ഈസ് ദ പാർട്ട് ഓഫ് എക്സ്റ്റേണൽ പവർ ഇൻപുട്ട് വിച്ച് പ്രൊഡ്യൂസസ് ദ ഔട്ട്പുട്ട്. ദസ് ദ വേരിയേഷൻ to be measured just modulates the magnitude of the external power source. അപ്പോൾ വേരിയേഷൻ നമ്മൾ മെഷേർഡ് വാല്യൂ ആയിട്ട് എടുക്കുന്നു. ഈ പാസീവ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്ന റെസൊല്യൂഷൻ തീരെ കുറഞ്ഞ ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും. ബിക്കോസ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ യൂണിറ്റാണ് എന്താണ് റെസൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഏറ്റവും ചെറിയൊരു വാല്യൂവിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. അതാണ് റെസൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുവഴി പാസീവ് ഇൻസ്ട്രുമെൻസിന് നമുക്കത് ഹൈ റെസൊല്യൂഷൻ ഇൻസ്ട്രുമെൻ്റായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല.
ആക്റ്റീവ് ഇൻസ്ട്രുമെൻ്റ് എന്ന് വെച്ചാൽ റെസൊല്യൂഷൻ നമുക്ക് കൂട്ടാൻ സാധിക്കും. എങ്ങനെ? അഡ്ജസ്റ്റിംഗ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ്റ്റേണൽ ഇൻപുട്ട് സോഴ്സ്. എക്സ്റ്റേണൽ എനർജി ഇൻപുട്ട് സോഴ്സിനെ നമുക്ക് മാഗ്നിറ്റ്യൂഡൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് റെസൊല്യൂഷൻ കൂടുതലാക്കി ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. പാസീവ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ സിംപ്ലി ടു ഡിസൈൻ ഹെൻസ് ചീപ്പർ. പാസീവ് ഇൻസ്ട്രുമെൻ്റ് എപ്പോഴും സിമ്പിളാണ് ഉണ്ടാക്കാൻ, അതുകൊണ്ട് ചീപ്പർ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. പക്ഷേ ആക്റ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് എപ്പോഴും കോസ്റ്റ്ലിയാണ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ റിക്വയർഡ് റെസൊല്യൂഷൻ, പാസീവ് ആക്റ്റീവ് ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ ബി സെലക്റ്റഡ് ഫോർ മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നൊരു ഫാക്ടറാണ് ഇവിടെ വരുന്നത്. റെസൊല്യൂഷൻ കൂടുതലുള്ള ഇൻസ്ട്രുമെൻറ്റ്സിന് നമുക്ക് ആക്റ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരും. റെസൊല്യൂഷൻ കുറഞ്ഞ ഇൻസ്ട്രുമെൻറ്റ്സ് പാസീവ് ഇൻസ്ട്രുമെൻ്റാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഒരു ആക്റ്റീവ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണൽ ഇൻപുട്ട് സോഴ്സ് ഒന്നും കണക്ട് ചെയ്യാതെ തന്നെ നമ്മുടെ പോയിൻ്റർ സ്കെയില് ഡയറക്റ്റ് തന്നെ മെഷർ ചെയ്യുന്ന പാരാമീറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നു. ആക്റ്റീവ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുമ്പം എക്സ്റ്റേണൽ ഇൻപുട്ട് സോഴ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്കൊരു ഭാഗം കളിക്കുന്നുണ്ട്. ആ കളി കാരണമാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ അതാണ് ആക്റ്റീവും പാസീവും തമ്മിലുള്ള ഡിഫറൻസ്.